മറ്റു വാർത്തകളിലേക്ക്. ബംഗാൾ ഗവർണർ സ്ഥാനത്തുനിന്ന് CV ആനന്ദ് ബോസ് രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാരണം വ്യക്തമാക്കാതെയാണ് രാജി ഞെട്ടിച്ചെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. തമിഴ്നാട് ഗവർണറായ RN രവി പുതിയ ഗവർണറാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചുവെന്നും മമത സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്തയും രാജിവെച്ചിട്ടുണ്ട്. ആനന്ദ് ബോസ് ഡൽഹിയിലെ ബംഗാൾ ഭവനിലെത്തി. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ബംഗാൾ ഗവർണറും മുഖ്യമന്ത്രി മമതാ ബാനർജിയും തമ്മിലുള്ള പോര് വലിയ വിവാദമാവുകയും ചർച്ചയുമാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജി വന്നിരിക്കുകയാണ്. എന്തായിരിക്കാം ആ രാജിയിലേക്ക് എത്തിച്ചതെന്നാണ് കരുതുന്നത്? മണിക്കൂറുകൾക്കുള്ളിൽ 2 രാജികളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലഡാക്കിലെ രാജി കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഗണിക്കുന്നത് പശ്ചിമ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് രാജിവെച്ചതാണ്. അപ്രതീക്ഷിതമായ രാജി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ മമതാ ബാനർജിയും അറിയിച്ചിരിക്കുന്നത്. താൻ മതിയായ കാലഘട്ടം ഗവർണർ പദവിയിൽ ഇരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഗവർണർ പദവിയിൽ ഇരുന്ന് രാജിവെച്ചതിന് ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ ആനന്ദ് ബോസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം. അദ്ദേഹം ഇപ്പോൾ തങ്ങിയിരിക്കുന്നത് ഡൽഹി ബംഗ്ലാ ഭവനിലാണ്. സാധാരണ ആനന്ദ് ബോസ് ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹം വരുന്നതും താമസിക്കുന്നതും ഈ ഭവനിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ഗവർണറുടെ ഈ പെട്ടെന്നുണ്ടായ പൊടുന്നനെയുണ്ടായ രാജി എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അവർ നിരവധി ഗവർണർമാർ ഉടൻ രാജിവെക്കുന്നത് പ്രധാനമായും ഒന്നുകിൽ ഇലക്ഷന് മത്സരിക്കാനായി, അല്ലെങ്കിൽ രാജ്യസഭയിലേക്കുള്ള ഒരു മത്സരം വരികയാണ്. 35 ഒഴിവുകളാണ് വരുന്നത്. അങ്ങനെ രാജ്യസഭയിലേക്ക് ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ രാജി എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായി രാഷ്ട്രപതിയുടെ പല പരിപാടികളും ബംഗാളിലുണ്ടായിരുന്നു. ബംഗാൾ ലോക് ഭവനിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ രാഷ്ട്രപതി എത്തുകയാണ്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്ത് പര്യടനം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് പടിവാതിലേക്ക് എത്തി നിൽക്കുമ്പോൾ, കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് രാജി സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം RN രവിക്ക് ഇതിൻ്റെ ഒരു ഗവർണർക്ക് ചാർജ് കൊടുത്തു എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഈ രാജി സംഘടിപ്പിച്ചിരിക്കുന്നത്, ഈ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഗവർണർ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാരണം ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ മറ്റോ ആണോ എന്നതിലൊക്കെ വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.